കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം ഉറ്റുനോക്കിയ പോരാട്ടമായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് നടന്നത്. ആ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. മിന്നുന്ന വിജയം കൈവരിക്കുകയും 50 ഡിവിഷനുകളിൽ വിജയിച്ച് കയറി ബി.ജെ.പി. അധികാരത്തിലേറുകയും ചെയ്തു. അങ്ങനെ അധികാരത്തിലേറിയതിൻ്റെ 27ാം ദിവസമായിരുന്നു പ്രധാനമന്ത്രി ഇന്നലെ തലസ്ഥാനത്ത് എത്തിയത്. വമ്പൻ പ്രഖ്യാപനങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിന് ഒപ്പം നിൽക്കുമെന്നും വികസന പദ്ധതികളിലൂടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ മാറ്റും എന്നുമൊക്കെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. അങ്ങനെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രസ്റ്റീജ് പ്രോഗ്രാം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. എങ്കിൽ അതിനിടെ ശ്രീലേഖ എന്ന കൗൺസിലർ, മുൻ IPS ഉദ്യോഗസ്ഥ കൂടിയാണ് അവരുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. മാധ്യമങ്ങളടക്കം ആ ദൃശ്യങ്ങൾ നൽകിയതാണ്. അതായത് മറ്റെല്ലാ കൗൺസിലർമാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുന്ന സാഹചര്യം, ചുറ്റും കൂടുന്ന സാഹചര്യം, പ്രധാനമന്ത്രിക്ക് കൈകൊടുക്കുന്ന സാഹചര്യത്തിൽ ശ്രീലേഖ IPS ആ വേദിയിൽ മാറി നിൽക്കുകയായിരുന്നു എന്നതാണ് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി യാത്ര പറഞ്ഞു പോകുമ്പോൾ പോലും എല്ലാവരും വേദിയുടെ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിക്ക് യാത്രയയപ്പ് നൽകുമ്പോൾ ആ വേദിയുടെ മറുഭാഗത്തായിരുന്നു ശ്രീലേഖ IPSനെ നമുക്ക് കാണാൻ സാധിച്ചത്. അതിൽ വാർത്തകൾ വലിയ തോതിൽ സജീവമായതോടുകൂടി വിശദീകരണവുമായി ശ്രീലേഖ എത്തിയിട്ടുണ്ട്. ആ വിശദീകരണം എന്താ എന്ന് കേട്ടു നോക്കാം. എനിക്ക് രാഷ്ട്രീയം പുതിയതാണ്. 33.5 വർഷം പരിശീലിച്ചതും ചെയ്തതും ഒക്കെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ കടമയായിരുന്നു. വളരെയധികം VVIP ഡ്യൂട്ടി ചെയ്തിട്ടുള്ള എനിക്ക് അച്ചടക്കം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രധാനമന്ത്രി വേദിയിലേക്ക് വരുമ്പോൾ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള സ്ഥാനത്ത് ഇരിക്കുക, അവിടെ തന്നെ നിലയുറപ്പിക്കുക എന്നതാണ് പാർട്ടി പ്രവർത്തക എന്ന നിലയിൽ ഞാൻ ചെയ്യേണ്ടതെന്നാണ് ധരിച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ക്ഷണിച്ചാലല്ലാതെ പോകരുത് എന്നുള്ള ഒരു പരിശീലനം എനിക്ക് ലഭിച്ചിരുന്നത് കൊണ്ടായിരിക്കാം ഞാൻ എൻ്റെ സ്ഥാനത്ത് മാത്രം ഇരിക്കുകയാണ് ചെയ്തത്. VVIP എൻട്രൻസിലൂടെ കയറി വന്ന അദ്ദേഹം അതേ എൻട്രൻസിലൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടെ നിന്നത്. മാധ്യമ ചാനലുകളിലും വളരെയധികം മോശമായ രീതിയിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ച് കണ്ടു. ഇതിലാരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ നിങ്ങളുടെ സ്വന്തം ശ്രീലേഖ, എപ്പോഴും BJPക്കൊപ്പം. സാരംഗാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സാരംഗ്, എന്താണ് ഇവർ നൽകുന്ന ഒരു വിശദീകരണം? അതായത് ഇന്നലെ ആ വേദിയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാളായി ശ്രീലേഖ മാറുന്നു. ഒരു ഒറ്റതിരിഞ്ഞു നിന്ന സാഹചര്യമാണല്ലോ ഉണ്ടായത്. നമുക്ക് പഴയ വിവാദങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ വിഷയത്തിൽ അവർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ്? അഭിലാഷ്, ഈ ഒരു വിഷയത്തിൽ തുടക്കം തൊട്ട് തന്നെ പറയുന്ന കാര്യമെന്ന് പറയുന്നത് ഒരു VVIP വരുന്ന സമയത്ത് അനുചിതമല്ലാത്ത രീതിയിൽ അദ്ദേഹം വരുന്ന വഴിയിലോ അദ്ദേഹത്തിനെ നേരിട്ട് ചെന്ന് കൈകൊടുക്കുന്ന സാഹചര്യം അടക്കം പരമാവധി ഒഴിവാക്കുക. അതൊരു മുൻ DGP എന്ന തരത്തിലടക്കം ആ ഒരു മുൻ ശീലങ്ങളാണ് താൻ അവിടെ ആവർത്തിച്ചത്. ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തക എന്ന് പറയുന്നത് കുറച്ച് കാലം മാത്രമേ ആയിട്ടുള്ളൂ ആ രംഗത്തേക്ക് പ്രവേശിച്ചിട്ടും. പക്ഷേ ആ തരത്തിൽ, അതായത് ആ ഒരു മുൻ ജോലിയുമായി ബന്ധപ്പെട്ട ശീലങ്ങളൊന്നും മാറ്റാൻ സമയമായി ആ ഒരു ശീലം തന്നെയാണ് ഇവിടെയും പിന്തുടർന്നത് എന്നാണ് ശ്രീലേഖ ഫേസ്ബുക്കിലൂടെ അടക്കം പങ്കുവെച്ച വീഡിയോയിലൂടെ പറയുന്നൊരു കാര്യം. ഇതിൽ തുടക്കം തൊട്ട് തന്നെ, അതായത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന് തുടക്കം തൊട്ട് തന്നെ ഒരു മേയർ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു. അത്തരത്തിൽ ചർച്ചകൾ നടക്കുന്നു. പക്ഷേ ചരിത്ര വിജയം നേടുന്ന സമയത്ത് തൻ്റെ പേര് തഴയപ്പെടുന്നു എന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്ന സമയത്ത് തന്നെ ആ ഒരു ബുദ്ധിമുട്ട്, അത്തരത്തിലുള്ളൊരു തഴയപ്പെട്ട ഒരു സാഹചര്യം തുറന്ന് പ്രകടിപ്പിക്കുന്നൊരു ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടക്കം തൊട്ട് തന്നെ. അത് ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിലടക്കം പ്രതിഫലിച്ചിരുന്നു. ഈ ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നു, മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കൗൺസിൽ യോഗത്തിലടക്കം വോട്ട് രേഖപ്പെടുത്തി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ആ ഒരു രംഗം വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി മേയറുടെ അടക്കം സത്യപ്രതിജ്ഞാ ചടങ്ങ് സമയത്ത് ശ്രീലേഖ കോർപ്പറേഷൻ്റെ പരിസരത്ത്, അതായത് കോർപ്പറേഷൻ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ആ സമയത്തടക്കം ഈ ഒരു ബുദ്ധിമുട്ട്, ആ ഒരു മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ച് പിന്നീട് തഴയപ്പെട്ടതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ അവിടെയും പ്രകടിപ്പിച്ചിരുന്നു. അതുതന്നെയായിരുന്നു പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തിയ സമയത്തും പ്രകടിപ്പിച്ചതെന്ന് കൂട്ടി വായിക്കാൻ കഴിയുന്നൊരു സാഹചര്യമാണ്. കാരണം ഇതിനു മുൻപ്, അതായത് മേയർ സ്ഥാനത്തേക്ക് മേയർ സ്ഥാനത്തേക്കുള്ള സത്യപ്രതിജ്ഞാ സമയത്ത് തനിക്ക് മറ്റ് വ്യക്തിപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടായിരുന്നു അവിടെ നിന്നും അവർ മാറി നിന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ മുൻ പ്രോട്ടോകോൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതായത് ഒരു പ്രധാനമന്ത്രി വരുന്ന സമയത്ത് തനിക്ക് അവിടെ ഒരു സ്പേസ് കിട്ടിയത് അടക്കം ഒരു സംസ്ഥാന ഉപാധ്യക്ഷ ആയതുകൊണ്ടാണ്, അല്ലാത്ത രീതിയിൽ നോക്കുകയാണെങ്കിൽ ഒരു പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ശരിയല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മാറിയിരിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്ന മറ്റൊരു ചിത്രമാണ്. കാരണം സംസ്ഥാന നേതാക്കളും ജില്ലാ നേതാക്കന്മാരും എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രസ്താവനയെ, അതായത് 45 ദിവസത്തിനകം ഇവിടേക്ക് വരുന്ന നരേന്ദ്രമോദിയെ ആശ്ലേഷിക്കുന്നു. ഒപ്പം തന്നെ അവരെ കൃത്യമായി ക്ഷണിച്ച് ഒപ്പം നിർത്തുന്നു. പക്ഷേ ആ സ്ത്രീയിലേക്ക് കൃത്യമായി മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അഭിലാഷ്, ഇതാണ്, അതായത് ഇത്തരം വിശദീകരണങ്ങളൊക്കെ നൽകുമ്പോഴും അവിടെ ഉണ്ടായ ഒരു സീൻ എന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നതാണ്. മാത്രമല്ല BJPയെ സംബന്ധിച്ചിടത്തോളം
ആർ ശ്രീലേഖ കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഇതാദ്യമായല്ല. ഒരുപക്ഷെ തിരുവനന്തപുരം കോർപ്പറേഷനും BJP വിജയിച്ച ശേഷം ആദ്യത്തെ വിവാദത്തിന് തിരികൊളുത്തിയതും ശ്രീലേഖ തന്നെയായിരുന്നു. അതാകട്ടെ അവിടുത്തെ MLA ആയിരുന്ന പ്രശാന്തിൻ്റെ ഓഫീസ്, ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണം എന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. പിന്നീട് അതിന് ഒരു വിശദീകരണവുമായി വരേണ്ടി വന്നു. ആ വിശദീകരണം എന്തായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് കേൾക്കാം. കെട്ടിടമാണ്. ഇതിന്റെ സോണൽ ഓഫീസും കൗൺസിലറിന്റെ ഓഫീസും പ്രവർത്തിക്കേണ്ട സ്ഥലമാണ്. ഈ സ്ഥലത്തിന് പൂർണ്ണ അവകാശമുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. അപ്പം ഇദ്ദേഹം ശ്രീ VK പ്രശാന്ത് എന്റെ വളരെ അടുത്ത ഒരു സുഹൃത്താണ്. ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലും പ്രശാന്ത് മേയറായിട്ടിരുന്നപ്പോഴും തൊട്ടുള്ള പരിചയമാണ്. എന്റെ മോന്റെ കല്യാണം ഇദ്ദേഹം മണ്ഡപത്തിൽ നിന്നാണ് നടത്തി തന്നത്. അത് കല്യാണം അറ്റൻഡ് ചെയ്തിട്ടുള്ള 2500 പേർക്കും അറിയാം, അവരത് കണ്ടിട്ടുള്ളതാണ്. പ്രശാന്ത് ത്രൂ ഔട്ട് കല്യാണ മണ്ഡപത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എന്റെ സഹോദര തുല്യനായിട്ടുള്ള ഒരു ആളാണ് ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ് MLA പ്രശാന്ത്. അദ്ദേഹത്തോട് 2-3 ദിവസമായിട്ട് ഞാനൊരു പഴയ നമ്പറുണ്ട്, അത് വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കിട്ടുന്നുണ്ടായിരുന്നില്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ശ്രീ മധുസൂദനൻ നായർ മുൻ കൗൺസിലർ എന്റെ വീട്ടിൽ ഇരുന്നപ്പോൾ നമുക്കിരിക്കാനൊരു സ്ഥലം നല്ലത് വേണമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അത് ആ കെട്ടിടം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് വീണ്ടും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രശാന്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ അത് കിട്ടിയില്ല, എടുത്തില്ല. പിന്നെ അദ്ദേഹം എന്നെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത്, ഞാൻ അറിഞ്ഞല്ലോ ഞാൻ കൗൺസിലറായിട്ട് ജയിച്ചു വന്നു ശാസ്തമംഗലം വട്ടിയൂർക്കാവിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ്, എല്ലാ സഹായ സഹകരണവും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഓ ശരി ചേച്ചി എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, എനിക്കിരിക്കാൻ ഒരു സ്ഥലമില്ല, അപ്പോൾ ആ ഒരു ഓഫീസ് പ്രശാന്ത് ഒന്ന് മാറിത്തരാൻ പറ്റുമോ, അതൊന്ന് പരിഗണിക്കണേ, അതെന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് ഇപ്രാവശ്യം ബുദ്ധിമുട്ടായിരിക്കും, ഇലക്ഷൻ കഴിയുന്നത് വരെ, അത് പത്രക്കാരോട് ഞാൻ എന്ത് പറയും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതായിരുന്നു MLA-യുടെ ഓഫീസ് മാറുന്നതുമായി ബന്ധപ്പെട്ട്. അതായത് MLA-യുടെ ഓഫീസ് മാറാൻ ഉള്ള ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അത് വലിയ തോതിൽ വാർത്തകളിൽ ഇടം പിടിക്കുന്നു. പിന്നീട് വാർത്തകളിൽ നിറഞ്ഞു വന്നതിന് ശേഷം നൽകുന്ന ഒരു വിശദീകരണമായി ഇത് മാറുന്നു. ഇതാണ് ആദ്യത്തേതെങ്കിൽ തൊട്ടു പിന്നാലെ മറ്റൊരു വിശദീകരണം കൂടി സോഷ്യൽ മീഡിയയിലൂടെ ശ്രീലേഖയ്ക്ക് നടത്തേണ്ടതായി വന്നു. അതാകട്ടെ ഈ സ്ഥാനാർത്ഥിയായി, അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നില്ല, പക്ഷെ മത്സരിക്കണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ മേയറാക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു എന്ന് ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുകയാണ് ശ്രീലേഖ ചെയ്തത്. അതും ചർച്ചയാകുമ്പോൾ അവരുടേതായ ഒരു വിശദീകരണം പുറത്തു വന്നിരുന്നു. ആ വിശദീകരണവും നമുക്കൊന്ന് കേട്ടു നോക്കാം. ട്രെയിനിങ് പരിപാടി ഉണ്ടായിരുന്നു പുതിയ കൗൺസിലേഴ്സിന്. ഉച്ചയ്ക്ക് ശേഷം വേറൊരു മീറ്റിംഗ്, ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ, ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ, എല്ലാം കൂടെ കഴിഞ്ഞ് രാത്രി വൈകിട്ട് വന്നപ്പോൾ കേൾക്കുന്ന ഒരു രസകരമായ വാർത്ത, ഏതോ ഒരു കമ്മ്യൂണിസ്റ്റ് വക്കീല് മുഖ്യമന്ത്രിക്ക് എനിക്കെതിരെ പരാതി കൊടുത്തത്രേ. ഞാൻ വട്ടിയൂർക്കാവ് MLA-യുടെ ഓഫീസ് അതിക്രമിച്ച് അകത്ത് കയറി ഓഫീസ് തുറന്നു എന്ന് സ്വന്തമായിട്ട്. അതിനെനിക്കെതിരെ കേസെടുക്കണം, എന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിൽ അടയ്ക്കണം എന്ന് മുഖ്യമന്ത്രി അത് DGPക്ക് അനന്തര നടപടികൾക്കായിട്ട് അയച്ചു എന്നും അറിയുന്നുണ്ട്. ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത്, അല്ലേ? യെസ്, ഈ വിശദീകരണം എന്നത് പിന്നീട്, അതായത് കൗൺസിലർമാർക്കടക്കം നൽകിയിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായില്ല എന്നത് ഉൾപ്പെടെയാണ്. അതോടൊപ്പം തന്നെയായിരുന്നു മേയർ ആയി മത്സരിപ്പിക്കാമെന്നതിന് ഉറപ്പ് നൽകിയിരുന്നു എന്നതിലടക്കമുള്ള വിശദീകരണവുമായി സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ സജീവമായി എപ്പോഴും സമൂഹ മാധ്യമത്തിലൂടെ വിശദീകരണം നൽകേണ്ട ഒരു സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അവിടെയാണ് ആർ ശ്രീലേഖ BJPക്ക് തലവേദന സൃഷ്ടിക്കുകയാണോ എന്ന സംശയം ഉയരുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പോൾ മേയറായി VV രാജേഷ് ചുമതലയേറ്റിട്ട് 27 ദിവസം മാത്രമാണ് ആയിട്ടുള്ളത്. ആ 27ാമത്തെ ദിവസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തേക്ക് എത്തിയതെങ്കിൽ ഈ 27 ദിവസങ്ങൾക്കിടെ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.